ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടയാൾ വീണ്ടും ബ്ലോക്ക് സെക്രട്ടറിയായതിൽ അതൃപ്തി പുകയുന്നു. സി രാകേഷിനെതിരെയാണ് ഡിവൈഎഫ്ഐയിൽ തർക്കമുയരുന്നത്. വാണിയംകുളത്തെ വിനീഷിനെ ആക്രമിച്ച സംഭവത്തിലെ പ്രധാന പ്രതിയായിരുന്നു സി രാകേഷ്. രാകേഷിനെ CPM 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് വീണ്ടും സെക്രട്ടറിയാക്കിയിരിക്കുന്നതെന്നാണ് പ്രവർത്തകരുടെ പരാതി. അതേസമയം ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്ന് 7 പേരെ മാറ്റി 5 പേരെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വിനീഷിനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട 2 പേർ ഡിവൈഎഫ്ഐ നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്നുണ്ട്. ഇവരെ തിരിച്ചെടുക്കാനാണ് ഈ ഒഴിവെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു. അതിനിടെ അക്രമത്തിനിരയായ വിനീഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറയുന്നു. 75 ലക്ഷം രൂപയോ ജോലിയോ നൽകണമെന്നാണ് ആവശ്യം. ഇക്കാര്യത്തിലും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ടിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും തയ്യാറെടുക്കുകയാണ് ഇടഞ്ഞു നിൽക്കുന്ന പ്രവർത്തകർ. വാണിയംകുളത്തെയും അനങ്ങനടിയിലെയും നേതാക്കൾ ഉൾപ്പെടെയുള്ള 7 പേരെയാണ് അകാരണമായി മാറ്റിയതെന്നും പരാതിയുണ്ട്. വിനീഷിനെ ആക്രമിച്ച സംഭവത്തെയും ചളവറ യാഗം നടത്തിയ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ പ്രശ്നവും ചൂണ്ടിക്കാട്ടിയവരെയാണ് പുറത്താക്കിയിരിക്കുന്നതെന്നും പറയുന്നു. ഒറ്റപ്പാലം ബ്ലോക്ക് കമ്മിറ്റി വിഭജിച്ച് ഷൊർണൂർ ബ്ലോക്ക് രൂപവൽക്കരിച്ച് ആദ്യ സമ്മേളനം തന്നെ വലിയ വിവാദത്തിലേക്കാണ് പോയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM ആശ്രോ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സമ്മേളന നടപടികൾ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.